നമ്മൾ മൊബൈൽ ലഹരിയും അതിനുള്ള ഇടപെടൽ മാർഗങ്ങളും എന്നുള്ള വിഷയമാണ് നമ്മൾ ഇവിടെ ചർച്ചയ്ക്കെടുക്കുന്നത്. 7 ഭാഗങ്ങളായിട്ടാണ് ഇവിടെ മൊബൈൽ ലഹരിയും ഇടപെടൽ മാർഗങ്ങളും ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എന്താണ് സ്ക്രീൻ അഡിക്ഷൻ അഥവാ മൊബൈൽ ലഹരി. രണ്ടാമത്, ഭൗതിക നാഡി മനഃശാസ്ത്രം, അതിൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റും അതിൽ ഉള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. മൂന്നാമത്, സ്പീച്ച് ഡെവലപ്മെൻറ്റ്. നാലാമത്, നമ്മൾ മൊബൈൽ എക്സ്പോഷർ മൂലം ഈ മേഖലയിൽ ഭൗതിക നാഡി മനഃശാസ്ത്രത്തിൽ അതുപോലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിലും സ്പീച്ച് ഡെവലപ്മെൻറ്റിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച്. പിന്നെ അഞ്ചാമതായിട്ട്, വെർച്വൽ ഓട്ടിസം എന്നുള്ളൊരു വാക്ക് പൊതുവായിട്ട് സമൂഹത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണ് വെർച്വൽ ഓട്ടിസം. ആറാമതായിട്ട്, മുതിർന്ന കുട്ടികളിൽ മൊബൈൽ അഡിക്ഷൻ മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഏഴാമതായിട്ട്, ഇടപെടൽ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും. അങ്ങനെ ഇത്രയും 7 ഭാഗങ്ങളായിട്ടാണ് ഞാൻ മൊബൈൽ ലഹരിയും ഇടപെടൽ മാർഗങ്ങളും ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്, നമ്മൾ സ്ക്രീൻ അഡിക്ഷൻ, മൊബൈൽ ലഹരി, അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ, ഇൻ്റർനെറ്റ് അഡിക്ഷൻ, ഡിജിറ്റൽ ലഹരി എന്നുള്ള വാക്കുകളിലൊക്കെ ഉപയോഗിക്കപ്പെടുന്ന മൊബൈൽ ലഹരിയുടെ ഒരു നിർവചനം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അനിയന്ത്രിതമായ മൊബൈൽ ഉപയോഗം അഥവാ സ്ക്രീൻ ഉപയോഗം മൂലം സാധാരണഗതിയിലുള്ള മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയാത്ത മാനസികാവസ്ഥയാണ് മൊബൈൽ ലഹരി എന്നുള്ള വാക്കുകൊണ്ട് ലളിതമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട്, നമ്മുടെ കോഗ്നിറ്റീവ് ന്യൂറോ സൈക്കോളജി ഓഫ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ബ്രെയിനിലുള്ള ബ്രെയിൻ വികാസത്തിൻ്റെ നാഡീ മനഃശാസ്ത്രമാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത്. കാരണം ഇവിടെ ഈ മൊബൈൽ ഉപയോഗം മൂലം ഈ ഒരു ബ്രെയിനിൻ്റെ നാഡീ മനഃശാസ്ത്രത്തിൽ, ബ്രെയിനിൻ്റെ വികാസത്തിൽ വലിയ തോതിലുള്ള ലോങ് ടൈം ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആദ്യം നമ്മൾ ബ്രെയിനിൻ്റെ സാധാരണഗതിയിലുള്ള നാഡീ വികാസ മനഃശാസ്ത്രം, നമ്മൾ കോഗ്നിറ്റീവ് ന്യൂറോ സൈക്കോളജി ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാണേണ്ടുന്നത്, ബ്രെയിൻ 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട് അറ്റ് ബർത്ത് സമയത്ത്, ജനന സമയത്ത് 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. അതിലുള്ള ന്യൂറോണുകൾ, ഓരോ ന്യൂറോണുകളും മറ്റിതര 15,000 ന്യൂറോണുകളുമായി പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ പരസ്പരം ബന്ധിക്കൽ പ്രക്രിയ, ന്യൂറോണുകളുടെ പരസ്പരം ബന്ധിക്കൽ പ്രക്രിയയെ നമ്മൾ ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത്. അതിൽ ന്യൂറൽ നെറ്റ്വർക്ക് ഫോർമേഷനാണ്. ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഫോർമേഷൻ സാധാരണഗതിയിൽ ആദ്യത്തെ 3 വയസ്സിൽ വളരെ മാക്സിമം വേഗതയിൽ നടക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ആദ്യത്തെ 3 വർഷത്തെ അതിവേഗതയിലുള്ള ബ്രെയിൻ ഡെവലപ്മെൻ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന ന്യൂറൽ നെറ്റ്വർക്ക് ഫോർമേഷൻ, കുട്ടിക്ക് ഫസ്റ്റ് 3 ഇയേഴ്സിലുണ്ടാകുന്ന ന്യൂറൽ നെറ്റ്വർക്ക് ഫോർമേഷൻ കുട്ടിയിൽ ശ്രദ്ധാശേഷിയുടെ ന്യൂറോണൽ സർക്യൂട്ട് ഫോർമേഷനാണ് ഇതുവഴി സംഭവിക്കുന്നത്. അങ്ങനെ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ച് അതിൽ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സവിശേഷത കുട്ടി ആദ്യത്തെ 3 വയസ്സിൽ ആർജിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ബ്രെയിൻ ഡെവലപ്മെൻറ്റിന്. അതുകൊണ്ട് നമ്മൾ ഈ ഘട്ടത്തിനെ നമ്മൾ സെൻസിറ്റീവ് ഡെവലപ്മെൻറ്റ്, സെൻസിറ്റീവ് പീരീഡ് എന്നും പറയുന്നുണ്ട്. ബ്രെയിനിൻ്റെ ഈ 3 വയസ്സിലുള്ള ആദ്യത്തെ 3 വയസ്സിലുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ നമ്മൾ സെൻസിറ്റീവ് പീരീഡ് എന്നുള്ളതാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനമായിട്ട് നടക്കുന്നത് മദറും കുട്ടിയും തമ്മിലുള്ള ഇൻ്ററാക്ഷനിലൂടെയാണ്. മദർ ചൈൽഡ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ പേരൻറ്റ് ചൈൽഡ് ഇൻട്രാക്ഷനിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ അമ്മയും കുട്ടിയും തമ്മിലുണ്ടാകുന്ന വൈകാരികമായ അടുപ്പത്തിനെ നമ്മൾ ഇൻറ്റിമസി, എമോഷണൽ ഇൻറ്റിമസി, അറ്റാച്ച്മെൻ്റ് എന്ന് പറയും. ജോൺ ബൗൾബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് ഈ അറ്റാച്ച്മെൻ്റ്, മദർ ചൈൽഡ് ബോണ്ടിങ്ങിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണേണ്ടുന്നത്, നല്ല രീതിയിലുള്ള മദർ ചൈൽഡ്, പേരൻറ്റ് ചൈൽഡ് ഇൻട്രാക്ഷൻ നടക്കുന്ന കുട്ടികളിലെ തലച്ചോറിൽ നല്ല രീതിയിലുള്ള ന്യൂറൽ നെറ്റ്വർക്ക് ഫോർമേഷൻ രൂപീകരിക്കപ്പെടും. ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഫോർമേഷൻ രൂപീകരിക്കപ്പെടുന്നതിലൂടെയാണ് കുട്ടി ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ആർജിക്കുന്നതും കഴിവുകൾ ആർജിക്കുന്നതും. അപ്പോൾ നല്ല രീതിയിലുള്ള മദർ ചൈൽഡ് ഇൻട്രാക്ഷൻ നടക്കുന്ന അവസ്ഥയെ നമ്മൾ സൈക്കോ സോഷ്യൽ സ്റ്റിമുലേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ സൈക്കോ സോഷ്യൽ സ്റ്റിമുലേഷൻ്റെ ഘട്ടത്തിൽ നല്ല രീതിയിലുള്ള ന്യൂറൽ നെറ്റ്വർക്ക് രൂപീകരണം നടക്കുകയും കുട്ടി നല്ല രീതിയിലുള്ള ശേഷികൾ ആർജിക്കുകയും ചെയ്യും. അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് സൈക്കോ സോഷ്യൽ ഡിപ്രൈവേഷൻ എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലവത്തായ തരത്തിലുള്ള മദർ ചൈൽഡ് ഇൻട്രാക്ഷൻ, പേരൻറ്റ് ചൈൽഡ് ഇൻട്രാക്ഷൻ നടക്കാത്തൊരവസ്ഥ. ഉദാഹരണത്തിന്, അമ്മയ്ക്ക് മാനസിക രോഗം ഉണ്ടെങ്കിൽ അമ്മ വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട്, അമ്മ സ്കിസോഫ്രീനിയയ്ക്ക് മരുന്ന് കഴിക്കുന്നു, കുടുംബത്തിൽ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കും ലഹളയും ഒക്കെ നടക്കുന്നു, വേർപിരിഞ്ഞ് താമസിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാമൂഹ്യ സാഹചര്യത്തിൽ, കുടുംബ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മദർ ചൈൽഡ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ പേരൻറ്റ് ചൈൽഡ് ഇൻട്രാക്ഷൻ നല്ല രീതിയിൽ നടക്കത്തില്ല. അപ്പോൾ ഈ നല്ല രീതിയിൽ നടക്കാത്ത ഘട്ടത്തിൽ ന്യൂറൽ നെറ്റ്വർക്ക് ഫോർമേഷനും നല്ല രീതിയിൽ നടക്കത്തില്ല.
ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫങ്ഷണൽ ബ്രെയിൻ ഇമേജിംഗ് സ്റ്റഡീസൊക്കെ ചെയ്ത് നോക്കുമ്പം നല്ല രീതിയിലുള്ള സാഹചര്യത്തിൽ വളർന്ന കുട്ടിയുടെ തലച്ചോറിൻ്റെയും നല്ല രീതിയിലല്ലാത്ത സാഹചര്യത്തിൽ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വളർന്നു വന്നിട്ടുള്ള കുട്ടിയുടെ തലച്ചോറിൻ്റെയും ന്യൂറൽ നെറ്റ്വർക്ക് രൂപീകരണത്തിൽ വ്യത്യസ്തത ഉള്ളതായിട്ട് കാണാൻ പറ്റും. നല്ല രീതിയിലുള്ള സാഹചര്യത്തിലുള്ള കുട്ടികളുടെ നല്ല രീതിയിലുള്ള ന്യൂറൽ നെറ്റ്വർക്ക് ഫോർമേഷൻ നടക്കുകയും നല്ല രീതിയിലല്ലാത്ത ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളുടെ ബ്രെയിനിലുള്ള ന്യൂറൽ നെറ്റ്വർക്ക് ഫോർമേഷൻ തകരാറിലും കുറവുമായിരിക്കും സംഭവിക്കുക. ഇത് നമുക്ക് നല്ല രീതിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും ഫങ്ഷണൽ ബ്രെയിൻ ഇമേജിംഗ് സ്റ്റഡീസ്. അപ്പോൾ ഈ ആദ്യത്തെ 3 വർഷത്തിലെ ഈ അനുഭവം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ളതാണ് നമ്മളിവിടെ ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടുന്നത്. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്പീച്ച് ഡെവലപ്മെൻ്റാണ്. കുട്ടിയുടെ സംസാരശേഷി സാധാരണഗതിയിൽ എങ്ങനെ സംസാരശേഷി വികസിച്ച് വരുന്നു എന്നുള്ള ചെറിയതായിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് കുട്ടി ഒരു 6 ആഴ്ച 8 ആഴ്ചയ്ക്കകത്ത് അമ്മയെ നോക്കി ചിരിക്കാൻ തുടങ്ങും. നേരത്തെ പറഞ്ഞ രീതിയിലുള്ള മദർ ചൈൽഡ് ഇൻട്രാക്ഷൻ പേരൻറ്റ് ചൈൽഡ് ഇൻട്രാക്ഷൻ നടക്കുന്ന ഘട്ടത്തിൽ ഈ കുട്ടി അമ്മയെ നോക്കി ചിരിക്കാൻ തുടങ്ങും ഒരു 6 ആഴ്ച 8 ആഴ്ചയ്ക്കകത്ത് സാധാരണഗതിയിൽ. അതുപോലെ തന്നെ ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടി അമ്മയെ തിരിച്ചറിയും, മദറിനെ റെക്കഗ്നൈസ് ചെയ്യുക. മദർ അല്ലെങ്കിൽ ആരാണോ കുട്ടിയെ നിരന്തരമായി പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ കുട്ടി തിരിച്ചറിയുകയും അതുപോലെ തന്നെ കുട്ടിക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ കേൾപ്പിക്കാൻ തുടങ്ങും. കൂയിങ് സൗണ്ട് എന്നാണ് പറയുന്നത്. ഓ ഗ ങ ഗ ങ എന്നൊക്കെയുള്ള തരത്തിലുള്ള ശബ്ദങ്ങൾ കുട്ടി 3 വയസ്സാകുമ്പോഴത്തേക്ക് പ്രകടിപ്പിക്കാൻ തുടങ്ങും. തുടർന്ന് ഇത്തരത്തിലുള്ള സ്റ്റിമുലേഷൻ നല്ല രീതിയിലുള്ള പ്രോത്സാഹനജനകമായ അന്തരീക്ഷം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ 6 മാസം ആകുമ്പോഴത്തേക്ക് കുട്ടി മോണോസിലബിൾസ് എന്ന് പറയുന്നത് വെച്ചാൽ മാ ബാ ദാ ഡാ എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ കേൾപ്പിക്കും. അങ്ങനെ അത് നല്ല രീതിയിൽ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ 9 മാസത്തിൽ കുട്ടി മാ എന്ന് വെച്ചാൽ ഒരു കുട്ടി ഒരു മായും കൂടെ വയ്ക്കും, മാ മാ ഡാ ഡാ ദാ ദാ. അപ്പോൾ 6 മാസത്തിൽ മാ എന്ന് വയ്ക്കുമ്പോൾ അമ്മ വിചാരിക്കും അമ്മയെ വിളിച്ചതാണെന്ന് വിചാരിക്കും, ഡാ എന്ന് വയ്ക്കുമ്പോൾ അച്ഛൻ വിചാരിക്കും ഡാഡി എന്ന് വിളിച്ചതാണെന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ മീനിങ് ഫുൾ വേർഡ് 6 മാസത്തിൽ കുട്ടികളിൽ ഉണ്ടാവത്തില്ല. പക്ഷേ അമ്മമാരോട് ചോദിച്ച അമ്മമാർ പറയും 6 മാസത്തിലാണ് അമ്മ എന്ന് വിളിച്ചതെന്ന് പറയും. അതുപോലെ 9 മാസം ആകുമ്പോഴത്തേക്ക് കുട്ടി ബാബ ഡാഡ മാമ എന്നൊക്കെ പറയുമ്പോഴും അച്ഛനും വിചാരിക്കും ഡാഡി എന്ന് വിളിച്ചാണെന്ന് വിചാരിക്കും, അമ്മ വിചാരിക്കും അമ്മ എന്ന്. അപ്പം മീനിങ് ഫുൾ വേർഡ് അല്ല 9 മാസത്തിലും കേൾപ്പിക്കുന്നത്. ഇതിനെല്ലാം സിലബിൾസ് എന്നാണ് പറയുന്നത്, മോണോ സിലബിൾസ് ബൈ സിലബിൾസ്. അങ്ങനെ ഈ രീതിയിൽ പുരോഗമിക്കുന്ന ഒരു കുട്ടി 1 വയസ്സാകുമ്പോഴത്തേക്ക് അച്ഛ അമ്മ കാക്ക പൂച്ച ചേച്ചി എന്നൊക്കെയുള്ള വാക്കുകൾ കോമൺ ആയിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ പറയാൻ തുടങ്ങും. അച്ഛന്ന് അമ്മ എന്നൊക്കെ വിളിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് കുട്ടി 1 വയസ്സിലൂടെ ആർജിക്കും. അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ്. എന്താണ് മൊബൈൽ ലഹരി എന്ന് പറഞ്ഞു, രണ്ടാമത് നമ്മൾ കോഗ്നിറ്റീവ് ന്യൂറോ സൈക്കോളജി ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നമ്മളിന്ന് ചെറുതായിട്ട് പരിശോധിച്ച് നോക്കി, പിന്നെ നമ്മൾ സ്പീച്ച് ഡെവലപ്മെൻറ്റ് പരിശോധിച്ച് നോക്കി. അപ്പോൾ ഇനി മൊബൈൽ എക്സ്പോഷർ വഴി എന്താണ് ബ്രെയിനിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പരിശോധിച്ച് നോക്കുന്നത്. പ്രത്യേകിച്ച് ഏർലി പീരീഡ് തൊട്ട് മൊബൈൽ എക്സ്പോഷർ കിട്ടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്. ഒരിക്കലും ഞാൻ ഫേസ്ബുക്കിൽ ഒരു പടം കണ്ടപ്പോഴത്തേക്ക് ഒരു അമ്മ 6 മാസമുള്ള ഒരു കുട്ടിയെ ഫീഡ് ചെയ്യുന്നു. അപ്പോൾ ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക് അമ്മ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ നെറ്റിയിലൊരു മൊബൈൽ ഫോൺ കെട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ കെട്ടി വെച്ചിട്ട് അമ്മ കുട്ടിക്ക് കാർട്ടൂൺ കാണിച്ചും കൊണ്ട് കുട്ടിക്ക് ആഹാരം കൊടുക്കുന്നു. അപ്പോൾ ഇത് ആളുകൾ എങ്ങനെ ഇതിനെ മനസ്സിലാക്കിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഫേസ്ബുക്കിൽ അതിൻ്റെ ഒരു താഴോട്ട് കമൻസ് ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പം ഒരാൾ എഴുതിയിരിക്കുന്നത് വാട്ട് എ മാർവലസ് ഐഡിയ, എനിക്ക് ഇതുവരെയും ചെയ്യാൻ തോന്നിയില്ലല്ലോ. ആ കുട്ടിക്ക് അമ്മ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു പ്രവൃത്തിയല്ല. യഥാർത്ഥത്തിൽ കുട്ടിയുടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഒരു രീതിയിലുള്ള ന്യൂറൽ നെറ്റ്വർക്ക് രൂപീകരണത്തെ ഇത് തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം മൊബൈലിൻ്റെ ഒരു കണ്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടൂണാണ്. അതുപോലെ മൊബൈലിൻ്റെ വേറൊരു കണ്ടൻറ്റ് വീഡിയോ ഗെയിമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ളൊരു സാധാരണ രീതി എന്ന് പറഞ്ഞാൽ അക്രമമാണ്. വേഗതയും അക്രമവും. കാർട്ടൂണുകളാണെങ്കിലും വീഡിയോ ഗെയിം ആണെങ്കിലും വേഗതയും അക്രമവുമാണ് കുട്ടിയെ ആകർഷിക്കുന്നത്. അങ്ങനെ ഇത് കുട്ടി നിരന്തരമായി ഇത്തരത്തിലുള്ള ഇത് കാണുന്നതിലൂടെ ഈ ഫ്രീക്വൻ്റ്ലി ചേഞ്ചിങ് ആയിട്ടുള്ള വിഷ്വൽ സ്റ്റിമുലസ് കുട്ടിക്ക് കിട്ടുന്നത് മൂലം നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂറൽ നെറ്റ്വർക്ക് രൂപീകരണം, പ്രത്യേകിച്ച് ശ്രദ്ധാശേഷിയുടെ ന്യൂറൽ നെറ്റ്വർക്ക് രൂപീകരണത്തെ ഈ ഫ്രീക്വൻ്റ്ലി ചേഞ്ചിങ് വിഷ്വൽ സ്റ്റിമുലസ് തടസ്സപ്പെടുത്തും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ കാലം തൊട്ട് തന്നെ ആദ്യഘട്ടം തൊട്ട് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ തലച്ചോറിലുള്ള ന്യൂറൽ നെറ്റ്വർക്ക് രൂപീകരണം തടസ്സപ്പെട്ട രീതിയിലായിരിക്കും നടക്കുന്നത്. ഡിസ്ട്രാക്ഷൻ്റെ ന്യൂറൽ നെറ്റ്വർക്ക് രൂപീകരണമായിരിക്കും യഥാർത്ഥത്തിൽ കുട്ടിയിൽ ഈ പ്രായത്തിൽ ഈ രീതിയിലുള്ള മൊബൈൽ എക്സ്പോഷറിലൂടെ നടക്കുന്നത്. അതുമൂലം കുട്ടിയിലുള്ള ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി പൊട്ടൻഷ്യലും ചേഞ്ച് ചെയ്യും, ന്യൂറൽ നെറ്റ്വർക്ക് രൂപീകരണം നടക്കുന്നത് തടസ്സപ്പെടുത്തും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയിൽ സംസാരശേഷി വികസിച്ച് വരുന്നതിന് തടസ്സം ഉണ്ടാകും. സംസാരശേഷി സാധാരണഗതിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള സംസാരശേഷി വികസിച്ച് വരുന്നതിൽ തടസ്സമുണ്ടാകും.
മാത്രവുമല്ല ഈ അക്രമ സ്വഭാവമുള്ള ഈ വീഡിയോ ഗെയിം കാണുന്നത് വഴി കുട്ടിയിൽ അക്രമ സ്വഭാവവും ഉണ്ടായി വരും. അക്രമ സ്വഭാവം എന്ന് പറഞ്ഞാൽ വീഡിയോ ഗെയിം ആണെങ്കിൽ അടിച്ചടിച്ച് മുന്നേറുന്ന ഒരു പ്രത്യേകതയാണ് വീഡിയോ ഗെയിമിൽ കാണുന്നത്. ആക്രമിച്ച് മുന്നേറുക, ആക്രമിച്ച് കീഴ്പ്പെടുത്തി മുന്നേറുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരശേഷി കുറയുന്ന സംസാരശേഷി മതിയായ രൂപത്തിൽ വികസിച്ച് വരത്തില്ല. അതുപോലെ അക്രമ സ്വഭാവം കൂടി വരും. ഇത് രണ്ടുമാണ് ലോങ് ടൈം ആയിട്ട് മൊബൈൽ ഉപയോഗം വഴി, പ്രത്യേകിച്ച് ആദ്യകാലം തൊട്ട് തന്നെയുള്ള മൊബൈൽ ഉപയോഗം വഴി കുട്ടിയുടെ തലച്ചോറിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പം നമ്മൾ ഈ രീതിയിലുള്ള സ്വഭാവ രീതിയിലൂടെ കുട്ടിക്ക് ഒരാളോട് സംസാരിച്ച് കാര്യം നടത്താനുള്ള വാക്ചാതുരി കുറവായിരിക്കും. അപ്പോൾ അമ്മയെടുത്ത് അമ്മ എനിക്ക് ഇത് വേണം, അത് ഇന്ന കാരണം കൊണ്ടാണ് എനിക്ക് വേണ്ടുന്നത്, എനിക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് അമ്മയെ അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വാക്ചാതുരിയിലൂടെ സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തി കാര്യം നടത്താനുള്ള ഒരു ശേഷി അവർക്ക് കുറവായിരിക്കും. മാത്രവുമല്ല അവർ കാര്യങ്ങൾ നടത്തുന്നത് മിക്കവാറും അക്രമത്തിലൂടെ ആയിരിക്കും. കുട്ടി വിചാരിക്കുന്ന ഒരു കാര്യം നടന്നില്ലെങ്കിൽ സാധനം പറക്കിയേറിയ. ഇന്നും ഞാനൊരു കുട്ടിയെ കണ്ടു, 4 വയസ്സുള്ള ഒരു കുട്ടി. ആ കുട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പറയുന്ന കാര്യങ്ങൾ അമ്മ സാധിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ കുട്ടി കയ്യിലിരിക്കുന്ന സാധനം പറക്കിയേറിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രതികരണ രീതി, അക്രമ സ്വഭാവത്തിലൂടെ കാര്യം നടത്തുന്ന ഒരു സ്വഭാവ രീതി ഈ മൊബൈൽ ഉപയോഗം വഴി, പ്രത്യേകിച്ച് ഏർലി എക്സ്പോഷർ വഴി കുട്ടിക്കിലുണ്ടാകുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുറഞ്ഞ വാക്ചാതുരി, അതുപോലെ അക്രമത്തിലൂടെ കാര്യം നടത്തുന്ന സ്വഭാവ രീതി, ഈ 2 സ്വഭാവ രീതിയായിരിക്കും അമിതമായിട്ടുള്ള മൊബൈൽ ഉപയോഗം, മൊബൈൽ കാണുന്നതിലൂടെ ചെറിയ കുട്ടികളിൽ ആദ്യഘട്ടം തൊട്ട് തന്നെ രൂപീകരിക്കപ്പെട്ടു വരുന്നതെന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മളുടെ ക്ലിനിക്കൽ അനുഭവത്തിൽ നമ്മൾ കഴിഞ്ഞൊരു 30 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാലോ 20 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാലോ കുട്ടികളിൽ ഇന്നറ്റൻഷനും ഹൈപ്പർ ആക്ടിവിറ്റിയും വരുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലായിട്ട് വർദ്ധിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ മൊബൈൽ ഉപയോഗത്തിൻ്റെ ഒരു പ്രത്യേകതയുമായിട്ട് നമ്മളിതിനെ ചേർത്ത് വായിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ ADHD വരുന്ന കുട്ടികളിലെല്ലാം കൂടുതൽ കുട്ടികളിലും മൊബൈൽ ഉപയോഗം വളരെ കൂടുതലായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് മൊബൈൽ ഉപയോഗം വഴി കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. ആദ്യകാലം തൊട്ട് തന്നെ മൊബൈൽ ഉപയോഗമുള്ള കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യം പറയാനുള്ളതാണ് വെർച്വൽ ഓട്ടിസം. കഴിഞ്ഞ ദിവസം ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിയെയും കൊണ്ട് അമ്മ വന്നു. അമ്മയും അച്ഛനും ഗൾഫിലാണ്, ദുബൈയിലാണ് താമസിക്കുന്നത്. അച്ഛൻ എൻജിനീയറാണ്, അമ്മ ഹൗസ് വൈഫാണ്, ഗ്രാജുവേറ്റ് ഹൗസ് വൈഫ്. അച്ഛൻ രാവിലെ പോണു, അമ്മയും കുട്ടിയും കൂടെ മുറിയിൽ ഫ്ലാറ്റിലെ മുറിയിലിരിക്കുന്നു. അമ്മ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. കുട്ടിക്കൊരു ടാബ് കൊടുത്തിരിക്കുന്നു. കുട്ടി ടാബിൽ വീഡിയോ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്നു, കാർട്ടൂണും വീഡിയോ ഗെയിമും കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതിങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു 3 വർഷത്തോളമായിട്ട് അവർ ഗൾഫിലാണ്. കുട്ടിക്ക് ഇപ്പം 4 വയസ്സ്. 1 വയസ്സുള്ളപ്പോഴും കണ്ട് അവർ പോയതാണ്. 4 വർഷമായിട്ട് 3 വർഷമായിട്ട് ഗൾഫിലിരിക്കുന്നു. കുട്ടിക്ക് ഇപ്പം 4 വയസ്സ്. അപ്പോൾ ഈ കുട്ടി വീട്ടിൽ വന്ന് അവധിക്ക് വീട്ടിൽ വന്നിട്ട് അവരുടെ കസിൻ്റെ കുട്ടിക്ക് 4 വയസ്സുണ്ട്. അപ്പോൾ അവർ നോക്കിയപ്പം അവരുടെ കസിൻ്റെ കുട്ടിയുടെ സംസാരശേഷിയും പ്രതികരണശേഷിയും സാമൂഹ്യ ശേഷിയും ഒന്നും നമ്മളുടെ കുട്ടിക്കില്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെ അമ്മയും അച്ഛനും കൂടെ ബിഹേവിയർ പീഡിയാട്രിസ്റ്റിൽ കുട്ടിയെ കൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ വിലയിരുത്തി നോക്കിയപ്പോഴത്തേക്ക് ഈ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ സൈക്കോ സോഷ്യൽ സ്റ്റിമുലേഷൻ എന്ന് പറയുമല്ലോ, ഈ പ്രചോദനപരമായ അന്തരീക്ഷം കുട്ടിയും അമ്മയും തമ്മിലുള്ള ആ പ്രചോദനപരമായ അന്തരീക്ഷം യഥാർത്ഥത്തിൽ ഈ ഫ്ലാറ്റിലില്ല. കാരണം ഓരോരുത്തരും ഒറ്റയ്ക്ക് ഓരോ മൊബൈലിൽ, ഒരു കുട്ടി ടാബിലും അമ്മ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. മദർ ചൈൽഡ് ഇൻട്രാക്ഷൻ വളരെ കുറവ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂറൽ നെറ്റ്വർക്ക് രൂപീകരണം മതിയായ തരത്തിൽ നടക്കുന്നില്ല. കുട്ടിക്ക് ശ്രദ്ധാശേഷി ഉണ്ടാവുന്നില്ല, കുട്ടിക്ക് സംസാരശേഷി ഉണ്ടാവുന്നില്ല, കുട്ടിക്ക് സാമൂഹ്യ ശേഷി ഉണ്ടാവുന്നില്ല. പകരം കുട്ടിയിലുള്ളത് ഉണ്ടായി വരുന്നത് ഈ കാർട്ടൂണും വീഡിയോ ഗെയിമും കാണുന്നത് വഴി കുട്ടിയിലുണ്ടായ അക്രമ സ്വഭാവം മാത്രമാണ് കുട്ടിക്ക് കൂടുതലുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ സംസാരശേഷി കുറവുള്ള കുട്ടി, സാമൂഹ്യ ശേഷി കുറവുള്ള കുട്ടിയെ നമ്മൾ ഓട്ടിസം എന്ന് പറയും. അപ്പോൾ ഈ വെർച്വൽ ഓട്ടിസം എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് റിയൽ ഓട്ടിസം. റിയലായിട്ടുള്ള ശരിക്കുള്ള ഓട്ടിസം അല്ല. പക്ഷേ സാമൂഹ്യ മാനസിക അന്തരീക്ഷത്തിലുള്ള കുറവ് മൂലം സംഭവിച്ചിട്ടുള്ള സൈക്കോ സോഷ്യൽ ഡിപ്രൈവ്ഡ് എൻവയോൺമെൻറ്റ് മൂലം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സംസാരശേഷി കുറവ്, സാമൂഹ്യ ശേഷി കുറവാണിത്. അതുകൊണ്ടാണ് നമ്മളിതിനെ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെർച്വൽ ഓട്ടിസത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ സൈക്കോ സോഷ്യൽ എൻവയോൺമെൻറ്റ് മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടി വളരെ വേഗത്തിൽ മെച്ചപ്പെട്ട സാമൂഹ്യ ശേഷികളും സംസാരശേഷികളും ആർജിക്കുക എന്നുള്ളതാണ് വെർച്വൽ ഓട്ടിസത്തിൻ്റെ
ഒരു പ്രത്യേകത. അങ്ങനെ ഇപ്പോൾ ആ കുട്ടി നമ്മൾ പിന്നെ ബൈ വീക്കിലി അവർ വരുന്നുണ്ട്, സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നുണ്ട്, സൈക്കോ സോഷ്യൽ സ്റ്റിമുലേഷൻ ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുട്ടിയിൽ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ ഉണ്ടായി വരികയാണ്. 2-3 മാസമായി, 3 മാസത്തെ ഒബ്സർവേഷനിൽ കുട്ടി കുറച്ച് ഇമ്പ്രൂവ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് വെർച്വൽ ഓട്ടിസം. അപ്പോൾ ശരിയായ തരത്തിലുള്ള സാമൂഹിക മാനസിക പ്രചോദനം ലഭിക്കാത്ത അന്തരീക്ഷത്തിൽ കുട്ടിയിൽ സംസാരശേഷിയും സാമൂഹ്യ ശേഷിയും വികസിച്ച് വരാതെ ഇരുന്നത് കൊണ്ടാണ് കുട്ടിയിൽ വെർച്വൽ ഓട്ടിസം ഉണ്ടായെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടിയിൽ ആദ്യ ഘട്ടം തൊട്ട് തന്നെ മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്, നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഇനി നമ്മൾ പരിശോധിച്ച് നോക്കുന്നത് മുതിർന്ന കുട്ടികളിൽ, ഇപ്പോൾ 5-6 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് ആ പ്രായം തൊട്ട് മൊബൈൽ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വഴി കുട്ടിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇൻക്രീസ്ഡ് സ്ക്രീൻ എക്സ്പോഷർ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അങ്ങനത്തെ തരത്തിലുള്ള കുട്ടികളിൽ എന്തൊക്കെയാണ് സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ കാണേണ്ടുന്നത് ഗെയിമിലെയും തീം എന്ന് പറയുന്നത് അഗ്രഷനാണ്, ആക്രമിച്ച് കീഴ്പ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളിവിടെയും കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളിൽ ശാരീരികമായ മാറ്റങ്ങളും മാനസികമായ സ്വഭാവപരമായ മാറ്റങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു മുതിർന്ന കുട്ടികളിലുള്ള പ്രത്യേകത. അപ്പോൾ ശാരീരികമായ മാറ്റങ്ങളും മാനസികമായിട്ടുള്ള സ്വഭാവപരമായ മാറ്റങ്ങളും ഇത്തരം മുതിർന്ന കുട്ടികളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ശാരീരികമായ മാറ്റങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഐ സ്ട്രെയിൻ, അതുപോലെ ഡ്രൈനെസ് ഓഫ് ഐ എന്ന് പറയുന്നത് കണ്ണ് പിന്നെ സെക്രീഷൻസ് കുറഞ്ഞ് ഇത് മൊബൈൽ എക്സ്പോഷർ മൂലം സെക്രീഷൻസ് കുറഞ്ഞ് ഡ്രൈ അപ്പായി കണ്ണിന് ഡ്രൈനെസ് ഉണ്ടാകും, കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാകും, കഴുത്ത് വേദന, തലവേദന, ഉറക്കക്കുറവ്, അതുപോലെ ഭാരം കൂടും. കുട്ടി ഇങ്ങനെ മുഴുവൻ നേരവും എന്തെങ്കിലും കഴിച്ചും കൊണ്ട് സ്നാക്സും കഴിച്ച് മൊബൈൽ ഫോണിൽ ടാബിൽ വീഡിയോ ഗെയിമും കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ വെയിറ്റ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ശാരീരികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ. മാനസികമായ ബിഹേവിയറിലായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്രമ സ്വഭാവം വർദ്ധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഗെയിമിൻ്റെ കണ്ടൻറ്റ് അക്രമമായതുകൊണ്ട് തന്നെ അക്രമ സ്വഭാവം വർദ്ധിക്കും. സംസാരശേഷി കുറവ്, സംസാരിച്ച വാക്ചാതുരി നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളിൽ കുറവായിരിക്കും. അതുപോലെ ഇമ്പൾസിവിറ്റി, ശ്രദ്ധാശേഷി കുറവ്, ഹൈപ്പർ ആക്ടിവിറ്റി, അപ്പോൾ ഇതെല്ലാം കുട്ടികളിൽ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ആങ്സൈറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ മുതിർന്ന കുട്ടികളിൽ മൊബൈൽ അധിക ഉപയോഗത്തിലൂടെ നമ്മൾ കാണുന്നത്. റെസ്റ്റ്ലെസ് ആയിട്ടുള്ള സ്വഭാവ രീതികൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഠനത്തിൽ പിന്നോക്കം പോകുന്നു. മൊബൈൽ അധികം ഉപയോഗിക്കാൻ തുടങ്ങുന്ന ഘട്ടം തൊട്ടും പഠനത്തിൽ പിന്നോക്കം പോകുന്നു. കൂടുതൽ സമയവും മൊബൈലിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി മൊബൈലുള്ള വീഡിയോ ഗെയിമും കാർട്ടൂണും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂലം പഠനത്തിനുള്ള സമയപരിമിതി കുറയും. ശ്രദ്ധാശേഷി എന്ന് പറയുന്നത് കുറയും. അതുപോലെ പിന്നെ കുട്ടിയുടെ താല്പര്യവും മൊബൈലിലോട്ട് മാറി വരും. മറ്റ് പ്രവർത്തനങ്ങളിലൊന്നും താല്പര്യമില്ലാതെ മൊബൈൽ ഉപയോഗത്തിലൂടെ താല്പര്യം കൂടി വരും. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് മൊബൈൽ ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ പഠനത്തിൽ പുറകോട്ട് കുട്ടി പോകാനുള്ള സാധ്യത കൂടുതലാണ്. സമയം ഉപയോഗിക്കുന്നത് കുറവായിരിക്കും. അതുപോലെ മാനസികമായിട്ടുള്ള ഓറിയൻറ്റേഷനും മാറ്റം വരും. അതുകൊണ്ടാണ് പഠനത്തിൽ പുറകിൽ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലഹരി മൂലം ഇൻക്രീസ്ഡ് മൊബൈൽ അഡിക്ഷൻ മൂലം കുട്ടികളിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അത് ആദ്യകാലം തൊട്ടേ തന്നെ ഉണ്ടാകുന്ന എക്സ്പോഷർ വരുന്ന കുട്ടികൾ, അതുപോലെ പിന്നെ രണ്ടാം ഘട്ടത്തിൽ എക്സ്പോഷർ വരുന്ന മുതിർന്ന കുട്ടികളും ആണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇടപെടൽ മാർഗങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ പ്രശ്നത്തെ നേരിടാൻ കഴിയുന്നത് എന്നുള്ളത്. അപ്പോൾ അബദ്ധത്തിലേക്ക് പോയെന്ന് നമ്മൾ കരുതേണ്ടതില്ല. ശരിയായ ഇടപെടലിലൂടെ നമുക്കിത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ആദ്യമായിട്ട് കൊച്ചു കുട്ടികളിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. കൊച്ചു കുട്ടികളെ നമുക്ക് കുട്ടികളുടെ ശ്രദ്ധ കൂടുന്നതിന് വേണ്ടിയുള്ള കളിപ്രവർത്തനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ശ്രദ്ധ കൂട്ടുന്നതിനുള്ള കളിപ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഒരു പടം കാണിച്ചിട്ട് പടത്തിനകത്ത് എന്തൊക്കെയാണ്, 3 വയസ്സുള്ള കുട്ടിയെ പടം കാണിച്ചിട്ട് മോളെ ഇതിനകത്ത് എന്തൊക്കെയാണ് കാണുന്നത് എന്നിട്ട് നമ്മൾ ചോദിക്കുകയും കുട്ടി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തന്നെ സിംഹം, മുയൽ, പിന്നെ അല്ലെങ്കിൽ പൂച്ച, അല്ലെങ്കിൽ മങ്കി, അങ്ങനെ നമ്മൾ പറഞ്ഞ് പടത്തിനകത്തുള്ള ഐറ്റംസ് ലിസ്റ്റ് ചെയ്ത് പറയുക എന്നുള്ളത്. അതുപോലെ പടം താരതമ്യം ചെയ്യുക. ഈ പടത്തിൽ 2 പൂച്ച, മറ്റേ പടത്തിൽ 1 പൂച്ച, ഈ പടത്തിൽ 1 മരം, മറ്റേ പടത്തിൽ 3 മരം. ഇങ്ങനെ പടം താരതമ്യം ചെയ്യുന്നു. അതുപോലെ പടം വിവരിച്ച് പറയുന്നു. ഒരു സിംഹം നിൽക്കുന്നു, ഒരു മുയൽ അടുത്ത് നിൽക്കുന്നു, സിംഹം ഇപ്പം മുയലിനെ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞ് പടം വിവരിച്ച് അടുത്ത പടം നോക്കി പടം വിവരിച്ച് പറയുന്നു. അതുപോലെ പടം വിവരിച്ച് കഥ പറയുന്നു. പടം വിവരിച്ച് സിംഹം നിൽക്കുന്നു, സിംഹം ഇപ്പം മുയലിനെ പിടിക്കും, പാവം മുയൽ, ദുഷ്ടൻ സിംഹം, മോക്കാരെ ഇഷ്ടം, മോനാരെ ഇഷ്ടം എന്ന രീതിയിൽ പടം വിവരിച്ച് കഥ പറയുന്നു.
പടം വിവരിച്ച് പറയുന്നതിനോടൊപ്പം അടുത്ത ഘട്ടത്തിൽ പടം വിവരിച്ച് കഥയാക്കി പറയുന്നു. ഇങ്ങനത്തെ രീതിയിലുള്ള ഞാൻ പറഞ്ഞ് വിശദീകരിച്ച പ്രവർത്തനങ്ങളിലൂടെ കുട്ടിയുടെ ശ്രദ്ധാശേഷി വികസിക്കും. കൂടുതൽ ശ്രദ്ധിച്ച് നമ്മളിപ്പോൾ ഒരു പടം കാണിച്ചിട്ട് നമ്മൾ പടം വിവരിച്ച് കഥ പറയുന്നു, വേറൊരു കുട്ടിയെടുത്ത് നമ്മൾ പടം കാണിച്ച് വായിച്ച് കേൾപ്പിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പടം വിവരിച്ച് കഥ പറയുമ്പോൾ കുട്ടി പടത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കും. ശ്രദ്ധിക്കുന്നത് വഴി കുട്ടിയിലുള്ള തലച്ചോറിൽ യഥാർത്ഥത്തിൽ ന്യൂറൽ നെറ്റ്വർക്ക് രൂപീകരണത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും, സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. അതേസമയത്ത് പടം കാണിച്ച് കഥ വായിച്ച് കേൾപ്പിക്കുകയാണെങ്കിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഓഡിറ്ററി സ്റ്റിമുലസ് ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ വിഷ്വൽ സ്റ്റിമുലസ് കുറയും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടിക്ക് ശ്രദ്ധാശേഷി വികസിച്ച് വരുന്നതിന് തടസ്സം ഉണ്ടാകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പടം വിവരിച്ച് കഥ പറയുന്നതാണ് കഥ വായിച്ച് കേൾപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധാശേഷി വികസിപ്പിക്കുന്നതിനുള്ള ഒരു കളി എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞതെല്ലാം കളികളാണ്. കുട്ടിയും അമ്മയും അച്ഛനും തമ്മിൽ നടക്കുന്ന കളികളാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിലൊരു 1-to-1 ഇൻ്ററാക്ഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. അത് അമ്മയും കുട്ടിയും മാത്രം, അല്ലെങ്കിൽ അച്ഛനും കുട്ടിയും മാത്രം എന്നുള്ള 3 പേര് ചേർന്നുള്ളതല്ല, 2 പേര് ചേർന്നുള്ള കളിപ്രവർത്തനങ്ങൾ. അങ്ങനെയാണെങ്കിലേ 1-to-1 ഇൻ്ററാക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോഴേ നമുക്ക് ശ്രദ്ധാശേഷി നല്ല രീതിയിൽ വികസിച്ച് വരാൻ സാധിക്കത്തുള്ളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, കുത്തുകൾ യോജിപ്പിച്ച് ഒളിച്ചിരിക്കുന്ന സിംഹത്തിനെ കണ്ടുപിടിക്കുന്നു. കുത്തുകൾ യോജിപ്പിച്ചിട്ടുള്ള കളി. അതിൽ സാധാരണ ബുക്ക് മേടിച്ചിട്ട് കളർ ചെയ്യുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള കളറിങ് ആക്ടിവിറ്റി, അതുപോലെ കളികൾ, ഓടിക്കളി, അതുപോലെ മുറ്റത്ത് പോയിട്ടുള്ള ഓടിക്കളികൾ, അതുപോലെ ക്രിക്കറ്റ് കളിക്കുന്നു, അല്ലെങ്കിൽ പന്ത് കളിക്കുന്നു, അല്ലെങ്കിൽ സാറ്റ് കളിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള മുറ്റത്ത് ഔട്ട്ഡോർ ഗെയിംസ് എന്ന് പറയാം. അത്തരത്തിലുള്ള കളിപ്രവർത്തനങ്ങൾ ഈ രീതിയിലൂടെ കുട്ടിയുമായിട്ടുള്ള കളിപ്രവർത്തനത്തിലൂടെ ചെറിയ കുട്ടികൾ, ഒരു 5 വയസ്സ് 6 വയസ്സിനകത്തുള്ള കുട്ടികളിൽ നമുക്ക് നല്ല രീതിയിൽ കുട്ടിയുടെ ശ്രദ്ധാശേഷി വികസിപ്പിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ കുട്ടിയുമായിട്ട് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ രീതിയിലുള്ള കളിപ്രവർത്തനങ്ങൾ വഴി കുട്ടിയുമായിട്ട് കളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി വി ആർ സ്റ്റിമുലേറ്റിംഗ് ദ ബ്രെയിൻ. നമ്മൾ തലച്ചോറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. തലച്ചോറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിലൂടെ യഥാർത്ഥത്തിൽ ബ്രെയിനിലുള്ള നേരത്തെ ന്യൂറൽ നെറ്റ്വർക്ക് രൂപീകരണം ശരിയായ തരത്തിൽ നടക്കാതിരുന്ന കുട്ടിയിൽ ന്യൂറൽ നെറ്റ്വർക്ക് രൂപീകരണം നല്ല രീതിയിൽ നടക്കുന്നതിന് ഇത്തരത്തിലുള്ള ശ്രദ്ധാശേഷി വർദ്ധിപ്പിക്കുന്ന കളിപ്രവർത്തനങ്ങൾ സഹായിക്കുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. ഇനി മുതിർന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യണം? മുതിർന്ന കുട്ടികളാണെങ്കിൽ പടം വിവരിച്ച് കഥ പറയുന്ന കളിപ്രവർത്തനം നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ പിക്ചർ സ്റ്റോറി റീഡിംഗ് എന്ന് പറയും. അതുപോലെ കഥ വായിച്ച് കേൾപ്പിക്കുന്നു. അതുപോലെ കളറിങ് പ്രവർത്തനം. ഇവിടെ നമ്മൾ കണ്ട മുതിർന്ന കുട്ടികളുടെ കളറിങ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാധാരണ കളറിങ് പ്രവർത്തനമല്ല. ചില പ്രത്യേക തരം കളറിങ് ബുക്കുകൾ കിട്ടും. അത് ലെഫ്റ്റ് സൈഡിൽ കളേർഡ് പിക്ചർ, റൈറ്റ് സൈഡിൽ അതേ പിക്ചർ കളറില്ലാത്തത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ കളേർഡ് പിക്ചറെ നോക്കി പൂച്ചയുടെ വാല് കറുത്താണ് ഇരിക്കുന്നതെങ്കിൽ ഈ പടത്തിലും കറുപ്പ് നിറം തന്നെ കൊടുക്കുന്നു. അങ്ങനെ ഓരോ ഭാഗങ്ങളും നോക്കി ഏത് കളറാണോ ഉപയോഗിച്ചിരിക്കുന്നത് ആ കളർ തന്നെ ഈ റൈറ്റ് സൈഡിലെ പിക്ചറിൽ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു കളറിങ് ആക്ടിവിറ്റി ദിവസം ഒരു അരമണിക്കൂർ എടുത്ത് ഒരു പടം നിറം കൊടുക്കുന്നു. അപ്പോൾ ഈ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലുള്ള കുട്ടികളുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വേഗത്തിലായിരിക്കും കളർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരോട് പറയുന്ന മോളെ അങ്ങനെയല്ല, മോനെ അങ്ങനെയല്ല, അമ്മ കാണിച്ചു തരാം, അച്ഛൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പതുക്കെ ഇരുന്ന് കളർ ചെയ്ത് അങ്ങനെ. അപ്പോൾ കളർ ചെയ്യുമ്പോൾ പേജിൻ്റെ വെളുപ്പ് കാണാൻ പാടില്ല. അപ്പോൾ വെളുപ്പ് കാണുമ്പോൾ വേഗത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് വെളുപ്പ് വരുന്നത്. അപ്പോൾ ആ വെളുപ്പ് ഭാഗവും കൂടെ പ്രത്യേക ഏത് നിറമാണോ ഉപയോഗിച്ചത് ആ നിറം ഉപയോഗിച്ചിട്ടുള്ള കളറിങ് പ്രവർത്തനത്തിലൂടെ അങ്ങനെ ഒരുമിച്ചിരുന്നുള്ള കമ്പാരിസൺ കളറിങ് ആക്ടിവിറ്റിയിലൂടെ കുട്ടിയിൽ ഈ തരത്തിലുള്ള ശ്രദ്ധാശേഷി വികസിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയും. പിന്നെ മുതിർന്ന കുട്ടികളിൽ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ചെസ്സ് കളിക്കാൻ പഠിപ്പിക്കാൻ പറയും. 6 വയസ്സൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ ചെസ്സ് കളിക്കാൻ പഠിപ്പിക്കാൻ പറയും. അപ്പോൾ അങ്ങനെ ദിവസേന ഒരു അരമണിക്കൂർ ചെസ്സ് കളിക്കുന്നു, അമ്മയും കുട്ടിയും തമ്മിൽ, അച്ഛനും കുട്ടിയും തമ്മിൽ. ഇനി അതല്ല ചെസ്സ് കളിക്കാൻ അമ്മയ്ക്കും അച്ഛനും അറിഞ്ഞുകൂടെങ്കിൽ അയലത്തെ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ ട്യൂഷൻ വെച്ചാലും കുഴപ്പമില്ല. ട്യൂഷൻ പഠിപ്പിക്കുന്നത് പോലെ അരമണിക്കൂർ ഒരാൾ വന്ന് കുട്ടിയോടൊപ്പം ചെസ്സ് കളിച്ചിട്ട് പോകുന്നു. അപ്പോൾ ജയിക്കുന്നതും തോക്കുന്നതും ഒന്നും അല്ല ഇതിൽ പ്രധാനം, കളിയാണ് പ്രധാനം. അരമണിക്കൂർ കളിപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതാണ് പ്രധാനം. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള ചെസ് കളിപ്രവർത്തനങ്ങൾ. പിന്നെ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള ഔട്ട്ഡോർ ഗെയിംസ് കുട്ടിയുമായിട്ട് നടത്തുക. ക്രിക്കറ്റ്, ഫുട്ബോൾ കളി, അങ്ങനെ ഏത് തരം കളികളാണോ നല്ലത് അത്തരം കളികൾ വിയർക്കുന്നത് വരെ കളിക്കുന്ന രീതിയിൽ കളിക്കാനായിട്ട് പ്ലാൻ ചെയ്ത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇടപെട്ടുകൊണ്ട് ചെറിയ കുട്ടികളിലെ ആണെന്നുണ്ടെങ്കിലും മുതിർന്ന കുട്ടികളിലെ ആണെന്നുണ്ടെങ്കിലും ശ്രദ്ധാശേഷി കുറവ്, ലഹരിയിലൂടെ ഉണ്ടാകുന്ന ശ്രദ്ധാശേഷി കുറവും വികൃതി സ്വഭാവവും അക്രമ സ്വഭാവവും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്.
ആ വാശി സ്വഭാവമുള്ള കുട്ടികൾക്ക് ബിഹേവിയർ തെറാപ്പി കൊടുക്കുക എന്നുള്ളതാണ്. ബിഹേവിയർ തെറാപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിക്ക് വാശി പിടിച്ച് എന്തിനാണോ കുട്ടി വാശി പിടിക്കുന്നത്, എന്ത് കാര്യത്തിനാണോ കാര്യം നടത്താനാണോ വാശി പിടിക്കുന്നത്, ആ കാര്യം സാധിച്ചു കൊടുക്കരുത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അക്രമ സ്വഭാവത്തിന് ശേഷം കുട്ടിക്ക് ആ കാര്യം നടക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിയുടെ ശ്രദ്ധ കുട്ടിക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും ഒരു കാര്യത്തിലോട്ട് കുട്ടിയുടെ ശ്രദ്ധ തിരിച്ചു വിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. പക്ഷേ എന്ത് കാര്യമാണെങ്കിലും ശരി, കുട്ടിയുടെ അക്രമ സ്വഭാവത്തെ നേരിടുന്നതിന് കമ്പ് ഉപയോഗിച്ച് അക്രമ സ്വഭാവത്തെ നേരിടരുത്. അടി കൊടുക്കുന്നത് പാടില്ല. കുട്ടിയുടെ ശ്രദ്ധാശേഷി താല്പര്യമുള്ള മറ്റേതെങ്കിലും കാര്യത്തിലോട്ട് തിരിച്ചു വിടുക. എന്തിനാണോ വാശി പിടിക്കുന്നത് ആ കാര്യം സാധിച്ചു കൊടുക്കാൻ പാടില്ല. ഈ രീതിയിലുള്ള ഒരു തന്ത്രത്തിലൂടെ, ബിഹേവിയർ തെറാപ്പിയിലൂടെ നമുക്ക് ഒരു പരിധിവരെ കുട്ടികളിലുള്ള അക്രമ സ്വഭാവം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇനി പൊതുവിലൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഒന്ന്, കുട്ടി ഒരു 2-3 വയസ്സ് വരെ കുട്ടിക്ക് മൊബൈൽ എക്സ്പോഷറേ കൊടുക്കാൻ പാടില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. നേരത്തെ ഞാൻ പറഞ്ഞ സെൻസിറ്റീവ് പീരീഡാണ്, തലച്ചോറിൻ്റെ ന്യൂറൽ നെറ്റ്വർക്ക് രൂപീകരണം നടക്കുന്ന പ്രായമാണ്. അതുകൊണ്ട് 3 വയസ്സ് വരെ കുട്ടിക്ക് മൊബൈൽ എക്സ്പോഷർ കൊടുക്കാനേ പാടില്ല. നോ മൊബൈൽ അപ് ടു 3 ഇയേഴ്സ്. ഇനി അത് കഴിഞ്ഞ് 3 to 6 ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കുട്ടിക്ക് മൊബൈൽ കൊടുക്കാം. സെലക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ചുള്ള രീതിയിൽ ഒരു അരമണിക്കൂർ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കാം. ഒരു 6 മുതൽ 10 വയസ്സ് വരെ കുട്ടിക്ക് 1 മണിക്കൂർ മാക്സിമം നമുക്ക് മൊബൈൽ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു ക്രമപ്പെടുത്തി അത് കുട്ടിയുമായിട്ട് ചർച്ച ചെയ്ത്, അരമണിക്കൂർ എന്ന് പറയുമ്പോൾ ഇപ്പം 9:30 10 മണിക്കാകുമ്പോൾ അമ്മ ഒന്ന് വാങ്ങിക്കും, ഇപ്പോൾ തരണം, തന്നില്ലെങ്കിൽ നാളെ തരത്തതേ ഇല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കണം കുട്ടിയുടെ ഒരു 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയോട് നമ്മൾ കരാറിലെത്തേണ്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിലും ഈ പറഞ്ഞ രീതിയിലുള്ള കരാറിലെത്തിയിട്ട് 1 മണിക്കൂറാണെന്ന് പറഞ്ഞ് അത് രണ്ട് ഘട്ടമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഒരു ഘട്ടമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ കരാറിലെത്തിയിട്ട് ആ കരാറിലെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുട്ടിയുമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. പിന്നെ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളാകുമ്പോഴത്തേക്കും നമ്മൾ അവരുമായിട്ടൊരു ഡിജിറ്റൽ ലിറ്ററസിയുടെ ശാസ്ത്രീയമായ മൊബൈൽ ഉപയോഗത്തെ സംബന്ധിച്ചിട്ടുള്ള ക്ലാസ്സുകളുണ്ടെങ്കിൽ അത്തരം ക്യാമ്പുകളിൽ പങ്കെടുപ്പിച്ച് കുട്ടിക്ക് അത്തരത്തിലുള്ള ക്ലാസ്സുകൾ നൽകുക. അല്ലെങ്കിൽ പേരൻ്റ് തന്നെ ആ രീതിയിൽ അവരുമായിട്ട് സംസാരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ മൊബൈൽ ഉപയോഗിക്കേണ്ടത്, എത്ര നേരം ഉപയോഗിക്കുക എന്ന രീതിയിലുള്ളൊരു ഡിജിറ്റൽ ലിറ്ററസിയും കൂടെ പറഞ്ഞ് നമുക്ക് കുട്ടിക്ക് നല്ല രീതിയിൽ നമുക്ക് മൊബൈൽ അഡിക്ഷൻ മാറ്റിക്കൊണ്ടുവരാൻ കഴിയുന്നതാണ്. എനിവേ, ഞാൻ അവസാനിപ്പിക്കുന്നു. മൊബൈൽ ലഹരി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. തീർച്ചയായിട്ടും നമുക്ക് ശരിയായ ശാസ്ത്രീയമായ ഇടപെടലിലൂടെ നമുക്ക് മൊബൈൽ ലഹരി കുറച്ച് കൊണ്ടുവരുന്നതിനും കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മാതാപിതാക്കളും സമൂഹവും മനസ്സിലാക്കേണ്ടത്.